ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയൂടിന് ഒരു മീൻകറി തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു മീനാണ്, പക്ഷേ പല സ്ഥലങ്ങളിലും പല പേരാണ് ഇതിന്. ഈ മീനിൻ്റെ പേരാണ് തിരിയാൻ. നിങ്ങളുടെ ആലപ്പുഴ അമ്പലപ്പുഴയിലൊക്കെ ഇതിന് പറയുന്നത് തിരിയാൻ എന്നാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയത്തില്ല. ലൈവിൽ വരുന്ന യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും, ചേച്ചി മീൻ എന്തുവാന്ന് ചോദിക്കുമ്പോൾ തിരിയാനാന്ന് പറയുമ്പം അവർക്കറിയത്തില്ല. അപ്പോൾ അവരോടാണ്, ഇതാണ് തിരിയാനെന്ന് പറയുന്ന മീൻ. അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഈ മീൻ. അതിൻ്റെ കൂടെ 2-3 കിളിമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഇത് കുറച്ച് ഉടഞ്ഞ മീനാണെങ്കിലും കറി വെച്ച് വരുമ്പം നമ്മുടെ ചൂര കഷ്ണമൊക്കെ ഉറയ്ക്കുന്ന പോലെ നല്ലോണം ഉറച്ച കഷ്ണമാകും കേട്ടോ. പിന്നെ കല്ലുപ്പിട്ടൊന്ന് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. കുറച്ചധികം ഉളുമ്പൊക്കെ ഉള്ളൊരു മീനാണ്. അപ്പം ഞാൻ ആദ്യം ഈ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മുടെ കുഞ്ഞി പൂച്ച എൻ്റെ ചുറ്റും കിടന്ന് കരഞ്ഞിരിപ്പുണ്ട് കേട്ടോ. മീൻതലയ്ക്ക് വേണ്ടിയിട്ട് അതിന് ഈ മീൻതല എപ്പോഴും വേണം. എത്ര കൊടുത്താലും അതിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ അതിന് മീൻതലയൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ ജോലി അങ്ങ് തുടങ്ങുവാണേ. നല്ല പുളിയുള്ള പച്ചമാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ പച്ചമാങ്ങ ഇട്ട് തേങ്ങ അരച്ചിട്ട് കറിയാക്കാം. ഉച്ചത്തേക്കൊരു രസവും കുറച്ച് കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻകറിയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ജോലിയെല്ലാം കഴിയും. പല സ്ഥലത്ത് ഇപ്പോൾ പല രീതിയിലായിരിക്കുമല്ലേ മീൻകറി വെക്കുന്നത്. ചില സ്ഥലത്ത് ഞങ്ങളുടെ ആലപ്പുഴയിൽ തന്നെ തേങ്ങ അരച്ച് മീൻകറി വെക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടിയും കൂടെ അരയ്ക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് അറിയാൻ കേട്ടോ പറയുമ്പോഴത്തേക്കും. പിന്നെ ചിലർ മുളക് കറി ആയിരിക്കും ഈ മീൻ വെക്കുന്നത്. ഇത് മുളക് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇവിടെ പക്ഷേ കൂടുതൽ ഇത് വറക്കുന്നതാണ് ഇഷ്ടം. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പം ഞാൻ ഇട്ടിട്ട് കുറേ അധികം വെള്ളം ചെരുവി കഴുകിയാലേ ഇതിൻ്റെ ഉളുമ്പ് പോകത്തുള്ളൂ കേട്ടോ. ഞാൻ വൃത്തിയാക്കി എടുത്തിട്ട് കറി വെക്കാനും വറക്കാനുമായിട്ട് എടുക്കുവാണ്. വലിയ കഷ്ണം നോക്കി കറി വെക്കാനെടുത്ത് ഇച്ചിരി ഉടഞ്ഞ മീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വറക്കാനൊന്ന് പുരട്ടാതെ കഴിഞ്ഞു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത് കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കും തിരിയാൻ എന്തുവാണെന്ന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ നമുക്ക് വേഗം ഇനി കറി വെക്കാനായിട്ട് കയറാം. ഞാൻ ആദ്യം വറക്കാൻ വരഞ്ഞതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതും മുളക് പൊടി, മല്ലിപ്പൊടി അല്ല കേട്ടോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചധികം ഉപ്പ്. എപ്പോഴും മീൻ വറക്കുമ്പോഴത്തേക്കും ഉപ്പ് ഇച്ചിരി കുറച്ച് കൂടുതൽ ഇടണം. വറുത്ത് വരുമ്പം കറക്റ്റ് ഉപ്പ് കിട്ടത്തുള്ളൂ. ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വറുത്ത മീനത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ. അതുകൊണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പുരട്ടി മാറ്റി വെക്കാം. അതവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അതിനകത്ത് മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരയ്ക്കാനുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാവേ. മീനൊക്കെ വറക്കാൻ പറ്റിയിട്ട് അന്നേരം വറക്കുന്നതിനെക്കാട്ടി കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും. ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് നമ്മളത് വറുത്തെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചൂടോടെ മീൻ വറുത്ത് കഴിക്കാനും ടേസ്റ്റാണ്. ഞാൻ ഇത്രയും കഷ്ണമായി കറി വെക്കാൻ എടുത്തുള്ളൂ കേട്ടോ. മീൻ ഒന്നും കൂടെ അങ്ങ് നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കുക. കൈക്ക് ഇച്ചിരി വെള്ളം കൂടെ തളിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ മീൻ പുരട്ടി വെച്ചിട്ട് വേഗത്തിൽ തേങ്ങ അങ്ങ് ചിരകി എടുത്ത് കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ പിടിച്ച മാങ്ങയുണ്ട്, നല്ല പുളിമാങ്ങയാണ്. 1-2 കഷ്ണം ഇട്ടാൽ മതി. കറിക്ക് ആവശ്യത്തിലധികം പുളിയായിരിക്കും. കുടംപുളി ഇട്ടാൽ മീൻ കറി വെക്കുന്നെങ്കിൽ തക്കാളിയും കൂടി ഇടും കേട്ടോ. കുടംപുളി മാത്രം ഇട്ട് കറി വെക്കുന്ന ഇവിടെ അത്ര പ്രിയമല്ല. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇടും. പിന്നെ തേങ്ങയുടെ കൂടെ കൂട്ടായിട്ട് എടുക്കുന്നത് കൊച്ചുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇങ്ങനെ അരയ്ക്കുമ്പോഴാണ് ചില സ്ഥലങ്ങൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കും. ഞാനങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. ഞാൻ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി ഇത് നല്ലോണം അരച്ചെടുക്കുവാണേ. അരയ്ക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും കറണ്ടില്ല. പിന്നെ കറി വെക്കണ്ടേന്ന് ഓർത്തിട്ട് കല്ലേലിട്ടങ്ങ് അരച്ചെടുക്കുക കേട്ടോ. ഇവിടെ കല്ലേലൊക്കെ കറി വെക്കുവാണെങ്കിൽ പിന്നെ സ്ഥിരം കല്ലേ കറി വെക്കേണ്ടി വരും. അതുകൊണ്ട് ഇതുപോലുള്ള കറണ്ടില്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് കല്ലേൽ അരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പാടാട്ടോ കല്ലിൽ അരഞ്ഞ് കിട്ടാനായിട്ട്. എങ്കിലും കറി അടിപൊളിയായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വേഗം തന്നെ ഞാൻ തേങ്ങ അങ്ങ് അരച്ചെടുക്കുവാണേ. കല്ലേൽ അരച്ച് കറിയൊക്കെ വെച്ച് വരുമ്പം കുറച്ചധികം സമയം നമുക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷേ കറി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പണ്ട് അമ്മയൊക്കെ അങ്ങനെ വെച്ച് തരുമ്പോഴത്തേക്കും പണ്ടത്തെ കറികളുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ലേ. അപ്പം ഇന്ന് അങ്ങനെ ഒരു ടേസ്റ്റ് ആയിരിക്കും കറിക്കെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ വേഗം തന്നെ കറി അങ്ങ് കലക്കി വെക്കുവാണേ. മാങ്ങയും പച്ചമുളകും വേപ്പിലയും കുറച്ച് മാങ്ങ എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പുളിയായി മാങ്ങയ്ക്ക്. എന്നിട്ട് അരപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്തോട്ട് വെക്കാം. ഞാൻ സത്യത്തിൽ വെളിയിലത്തെ അടുപ്പിലിട്ട് കറി വെക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാറ്റ് കാരണം വെളിയിൽ ഭയങ്കര പാട് തീ കത്തിക്കാനായിട്ട്. ഓപ്പൺ ഏരിയ ആണ്, അകത്തല്ല നമുക്ക് അടുപ്പ്, പുറത്താണ്.
അതുകൊണ്ട് ഒരു 10 മണിക്ക് ശേഷം വെള്ളത്തടുപ്പിൽ നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനെന്നെ ഗ്യാസിലോട്ട് വെക്കുക കേട്ടോ കറി. വേഗത്തിലെല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചു. ഇനി കറി നമുക്ക് തിളച്ച് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നല്ലോണം പറ്റിച്ചെടുക്കാം. പിന്നെ ഞാൻ വേഗം തന്നെ ഇപ്പുറത്തെ അടുപ്പത്തോട്ട് ചട്ടി ചൂടാക്കിയിട്ട് മീൻ വറക്കാനും കൂടെ ഇടുവാണേ. ആലപ്പുഴക്കാരുടെ മീനൊക്കെ ആലപ്പുഴ ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് തന്നെ മീൻ ഐറ്റംസ് കുറേ അറിയാം. മീൻകറികളൊക്കെ പല ടേസ്റ്റിലാണ്. അപ്പം ആലപ്പുഴക്കാർ ഒട്ടുമിക്കവരും മീൻകറി വെക്കുന്നത് ഇതേ രീതിയിലാണ്, വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടോ. പച്ച വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് എണ്ണ തെളിയുമ്പോഴത്തേക്കും കറി ഇറക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. കല്ലേലും കൂടെ അരച്ചത് കൊണ്ട് ഒന്നും പറയാനില്ല. അടിപൊളിയതേ നമ്മുടെ കറി അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ പുറമെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ അങ്ങ് തൂകി കേട്ടോ. പിന്നെ നമ്മുടെ മീൻ്റെ എനിക്ക് അധികം മൂക്കുന്ന ഇഷ്ടമല്ല. ഇവിടെ ബാക്കി എല്ലാവർക്കും നല്ല രീതിയിൽ മീൻ മൂത്ത് കിട്ടണം. അപ്പം എനിക്ക് കുറച്ച് മൂപ്പിച്ചിട്ടും ബാക്കി നല്ലോണം മൂപ്പിച്ചങ്ങ് എടുക്കും. നമ്മുടെ കറി അപ്പം ഒരു സൈഡിൽ ഇരുന്ന് പറ്റി വന്നിട്ടുണ്ട്. മൺചട്ടി വെക്കുന്നത് കൊണ്ട് തീ ഓഫ് ചെയ്താലും കറി നല്ലോണം പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.